വലിയ നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടു. കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് സംഭവം ഉണ്ടായത്. കമ്പാർട്ട്മെന്റിൽ കയറിയ ആൾ വർക്കല അയന്തി ഭാഗത്ത് വെച്ച് യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ഈ ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം യുവതിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തള്ളിയിട്ടത് പുരുഷനാണ്. പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതി തിരുവനന്തപുരം സ്വദേശിയാണ്. മേഘന മുരളി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. മേഘന, എങ്ങനെ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് അതിക്രമിച്ച് കയറുക, അതിനുശേഷം ഒരു യുവതിയെ തള്ളി താഴേക്കിടുക, അവരെ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടുകൂടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു, എന്തൊക്കെയാണ് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. കൂടുതലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഈ പ്രതിയുടെ പശ്ചാത്തലം മേഘന? അതീവ ഗുരുതരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുന്നത് പ്രതി റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള യുവാവാണ് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറി പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പറയുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു 9:30 ഈ അയന്തി മേൽപ്പാലത്തിന്റെ ഭാഗത്ത് നിന്ന്, തിരുവനന്തപുരം വർക്കല അയന്തി മേൽപ്പാലത്തിന്റെ ഭാഗത്ത് നിന്ന് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് യുവതിയെ തള്ളി താഴേക്കിടുന്നത്. ശേഷം ഈ നാട്ടുകാരാണ് യുവതി പുറത്തേക്ക് വീഴുന്നത് കാണുകയും ചെയ്യുന്നത്. പിന്നീട് വർക്കല പോലീസിനെയും റെയിൽവേ പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ നാട്ടുകാർ ഈ പ്രതിയെ, ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയ പ്രതിയെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രതിയെ നാട്ടുകാർ തടഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്നത്. ഈ യുവതിയും അതുപോലെ തന്നെ ഈ പ്രതിയായിട്ടുള്ള ആളും തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അവർ കൊച്ചുവേളി ദേശത്തുള്ള ആൾക്കാരാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. എന്തായാലും യുവതിയുടെ ആരോഗ്യസ്ഥിതി ആദ്യം നാട്ടുകാർ ചേർന്ന് വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. പിന്നീട് ഈ പരിക്ക് അതീവ ഗുരുതരമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരു ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും എന്താണ് ഈ കാരണം, എവിടെ നിന്നാണ് ഈ പ്രതിയായിട്ടുള്ള ആൾ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് കയറിയത്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, എന്താണ് ഇതിന്റെ കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വർക്കല പോലീസ് അന്വേഷിക്കുകയാണ്. ഈ യുവതിക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. യുവതി അബോധാവസ്ഥയിലാണുള്ളത്. യുവതിക്ക് എന്താണ് കാര്യമെന്നുള്ളത് സംസാരിക്കാൻ കഴിയുന്നില്ല, വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ യുവതിയാണ് ഇതിൽ എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമാക്കേണ്ടത്. പക്ഷേ യുവതിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയാണ്. പക്ഷേ യാത്രക്കാർ, കൂടെ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നത് ഈ തള്ളിയിട്ടത് തന്നെയാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറി ഈ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. അയന്തി മേൽപ്പാലത്തിന്റെ ഭാഗത്ത് വെച്ച് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വർക്കല പോലീസ് അന്വേഷിക്കുകയാണ്. പ്രതി നിലവിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.